ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കൂന്തൽ റോസ്റ്റാണ്. അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കടുക് ഇട്ട് കൊടുക്കുക. കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞിട്ട് ഉലുവ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. കനം കുറച്ചിട്ട് നൈസായിട്ട് അരിയുക കേട്ടോ. എന്നിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ നല്ല കുഴഞ്ഞ രൂപത്തിലായി കിട്ടും. എന്നിട്ട് നല്ലപോലെ വഴറ്റുക കേട്ടോ. അടിപൊളി ടേസ്റ്റ് കേട്ടോ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. അപ്പോൾ അത് ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ വേഗം വഴഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2 പച്ചമുളക് കീറിയത്, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, പച്ചമുളക് നല്ല എരിവ് ഉണ്ടായതുകൊണ്ട് 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. കുട്ടികൾക്കൊക്കെ കൊടുക്കണോണ്ട്. പിന്നെ ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു വലിയ ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി അരിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുരുകളൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ വഴറ്റുക കേട്ടോ. ക്യാപ്സിക്കം ഞാൻ ഇടലുണ്ട്, പക്ഷേ അധികം ഞാൻ എവിടെയും കണ്ടിട്ടില്ല ക്യാപ്സിക്കം ഇടുന്നത്. പച്ചമുളകാണ് ഞാൻ 2 പച്ചമുളകും ഒരു വലിയ ക്യാപ്സിക്കം എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലിട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുള്ളത്. എരിവിന് ആവശ്യമായിട്ടുള്ള എരിവ് വേണ്ടവർക്ക് സാധാ മുളക് പൊടി ഇടാം കേട്ടോ. ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടി 2 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി 2 സ്പൂണ്, കുരുമുളക് പൊടി 1 സ്പൂണ്, വലിയ ജീരകത്തിൻ്റെ പൊടി 1 സ്പൂണ്. ഇതെല്ലാം ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറണം വല്ല നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഒരു 1-2 സെക്കൻഡ് കയ്യിൽ വെച്ച് ഒന്ന് ഇളക്കണം. ഇല്ലെങ്കിൽ പൊടികളൊക്കെ ഇട്ടതുകൊണ്ട് മസാല അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് തക്കാളി പേസ്റ്റ്, ഞാനിവിടെ 2 തക്കാളി, 2 വലിയ തക്കാളി, ഒരു ചെറിയ തക്കാളിയും എടുത്തിട്ടുള്ളത്. ഇത് മിക്സിയിൽ ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് മസാല ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ വഴറ്റി കൊടുക്കുക കേട്ടോ. ഈ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ നല്ലപോലെ വഴറ്റി കൊടുക്കുക. ആ മസാലയും തക്കാളി പേസ്റ്റും ഒക്കെ ഒന്ന് മിക്സ് ആവുന്ന രൂപത്തിൽ ഒരു 1-2 സെക്കൻഡ് നമ്മൾ വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച കൂന്തൽ ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച കഴുകി വെച്ച കൂന്തൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് മീഡിയം സൈസ് കൂന്തളാണ് കേട്ടോ. നല്ല വലുതുമല്ല നല്ല ചെറുതുമല്ല, അങ്ങനത്തെ ഒരു സൈസ് കൂന്തളാണ്. നമുക്കിത് നാടൻ കൂന്തളാണ് കേട്ടോ. ഇത് നമുക്ക് മസാലയ്ക്ക് ഇട്ട് കൊടുക്കാൻ, എന്നിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് മസാലയൊക്കെ കൂന്തളിൽ പിടിക്കുന്ന രൂപത്തിൽ നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഞാൻ ആദ്യം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കുക. ആ മസാലയൊക്കെ നല്ലപോലെ കൂന്തളിൽ പിടിക്കണം കേട്ടോ. അപ്പോൾ ഒരു 1-2 സെക്കൻഡ് നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇളക്കി കൊടുക്കേണ്ടത്. എന്നിട്ടിത് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ. കൂന്തളിന് നല്ല വേവുണ്ട്. എത്ര വേവിച്ചാലും നല്ല ബലം ഉണ്ടാവും തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇന്ന് തന്നെ കൂന്തളിൽ നിന്ന് നല്ലപോലെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. ഒന്ന് തിളക്കുമ്പോഴത്തേനും നല്ല പോലെ ഇറങ്ങി വരും വെള്ളം. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വേവിക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കൂന്തളൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി മൂടി വെച്ചിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാനുണ്ട്. നമ്മളിത് റോസ്റ്റ് ആക്കണത്. അപ്പോൾ അതൊന്ന് മൂടി വെച്ചിട്ട് ഒന്നുകൂടി വറ്റിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റാ.